वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं मनं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। गुरवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्णभक्ताय तद्भक्ताय नमो नमः. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് സ്വാഗതം. ഭാഗവത പ്രവാഹം ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ കുറച്ച് മാസങ്ങളായി ഈ ഒരു സത്സംഗം തുടങ്ങി. ഭഗവാന്റെ കൃപ കൊണ്ട് ആഴ്ചയിൽ 3 ദിവസം പ്രഥമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിച്ചു. ഈ 4-ാമത്തെ അധ്യായം മുതലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു അധ്യായം 4-ാമത്തെ അധ്യായത്തിലാണ് ശ്രീപാദ് നാരദ മുനിയുടെ ഒരു എൻട്രി വരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. പരിഭാഷ സൂത്ര പഠിച്ചു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് നമ്മൾ അവസാനത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ പഠിച്ചു. കൃഷ്ണേ സുധാമോ പഗതേ ധർമ്മജ്ഞാനാദിഭി സഹ കലൗ നഷ്ടാദൃശാമേഷ പുരാണ അർക്കോ അധുനോദിത. ഭഗവാൻ കൃഷ്ണൻ ലീലകൾ അവസാനിപ്പിച്ച് തിരിച്ച് സ്വധാമത്തിലേക്ക് പോയതിന് ശേഷം ധർമ്മവും ജ്ഞാനവും എവിടെയാണ് ഉള്ളത് എന്നാണ് ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയോട് ചോദിച്ചത്. അതിനുള്ള ഉത്തരമാണ് സൂത ഗോസ്വാമി പറഞ്ഞത്. ഭഗവാൻ കൃഷ്ണൻ പോയപ്പോൾ ധർമ്മവും ജ്ഞാനവും കൂടെ പോകുന്നു. എന്നാൽ അതേ കൃഷ്ണൻ തന്നെ, കൃഷ്ണൻ സൂര്യസമമാണ്. ആ സൂര്യസമമായിട്ടുള്ള കൃഷ്ണൻ ഗ്രന്ഥരൂപത്തിൽ സൂര്യസമമായി ശ്രീമദ് ഭാഗവതമായി ഉദിക്കുന്നു. കലിയുഗത്തിലെ നമ്മളെപ്പോലുള്ള അധപതിച്ചിട്ടുള്ള അല്ലെങ്കിൽ അന്ധരായിട്ടുള്ളവർക്ക് വെളിച്ചം പകർന്നു തരാൻ വേണ്ടി. അപ്പോൾ ശ്രീമദ് ഭാഗവതം നമ്മുടെ വെളിച്ചമാണ്. എത്രയോ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ലോകത്തുള്ളതാണ്. നമ്മുടെ ഓരോ ജന്മവും നമ്മൾ പാഴാക്കി കളഞ്ഞു. എല്ലാ ജന്മവും പാഴാക്കി കളഞ്ഞു ഇതുവരെ. ഭഗവാന്റെ മഹാകൃപ കൊണ്ട്, വൈഷ്ണവരുടെ മഹാകൃപ കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഭാഗവതം പഠിക്കാൻ വേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം എല്ലാവർക്കും കിട്ടുന്നതല്ല. നമുക്കതിനുള്ള യോഗ്യതയുണ്ടോ ചോദിച്ചാൽ യോഗ്യതയില്ല. യോഗ്യതയില്ലാഞ്ഞിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട്, ഇതിനാണ് പറയുന്നത് മഹാകൃപ. അഹൈത്തുകമായിട്ടുള്ള കൃപ. അഹൈതുകി എന്ന് പറഞ്ഞാൽ, അഹൈതുകമായിട്ടുള്ള കൃപ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, യോഗ്യതയുണ്ടായിട്ടൊന്നുമല്ല. എന്നാൽ ഭഗവാന്റെ കൃപ അങ്ങനെ എല്ലാവർക്കും, ചൈതന്യ മഹാപ്രഭുവിൻ്റെ കൃപ അങ്ങനെയാണ്, അഹൈതുകമാണ്. അദ്ദേഹം യോഗ്യത നോക്കാതെയാണ് എല്ലാവർക്കും മഹാകൃപ കൊടുക്കുന്നുണ്ടായിരുന്നത്. നമ്മൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ ഒരു കൃപയ്ക്ക് പാത്രമായി, അല്ലെങ്കിൽ അതിനുള്ള ഒരു അർഹതയില്ലാഞ്ഞിട്ട് പോലും നമുക്കതിനുള്ളൊരു അവസരം കിട്ടിയിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ മഹാകൃപ കൊണ്ട്. കൂടെ തന്നെ ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള മഹാപ്രഭുവിനെ പോലെ തന്നെ ഒരുപാട് ദയാലുവായിട്ടുള്ള അല്ലെങ്കിൽ കാരുണ്യമൂർത്തി സ്വരൂപമായിട്ടുള്ള ഒരുപാട് ആചാര്യന്മാരും നമുക്ക് ചൈതന്യ മഹാപ്രഭു തന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ പരമ്പരയിൽ നമുക്ക് നമ്മുടെ ആചാര്യന്മാരെല്ലാവരും തന്നെ മഹാകൃപാലുക്കളാണ്. അവരുടെ മഹാകൃപ കൊണ്ടും നമുക്ക് ഇന്നിവിടെ ഇരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആചാര്യന്മാരുടെയും എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ശ്രീല പ്രഭുപാദിൻ്റെയും അതേപോലെ തന്നെ ശ്രീല പ്രഭുപാദ ആ ആചാര്യഗണങ്ങളിൽ വരുന്നതാണ്. ഗോസ്വാമിമാർ, ശ്രീരൂപ ഗോസ്വാമി, സനാതൻ ഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി, രഘുനാഥ് ഭട്ട ഗോസ്വാമി, ശ്രീല ഗോപാല ഭട്ട് ഗോസ്വാമി, ശ്രീല ജീവ ഗോസ്വാമി, അതുപോലെ ശ്രീ ജഗന്നാഥ് ദാസ് ബാബ, അതേപോലെ ശ്രീല ഭക്തിവിനോദ് ഠാക്കൂർ, ശ്രീ ഗൗർ കിഷോർ ദാസ് ബാബാജി, ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്,
ശീല പ്രഭുപാദ്, നമ്മുടെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്, ജഗദ്ഗുരു നമ്മുടെ ശീല പ്രഭുപാദ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ എല്ലാവരും തന്നെ നമുക്ക് നമ്മുടെ മുകളിൽ കൃപ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ അനുഗ്രഹം അവർ തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കത് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു ഓർമ്മ നമുക്ക് വേണം. അതായത് ഭക്തിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 കാര്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന് വിനയം, 2 നന്ദി, കൃതജ്ഞത. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ കൃതജ്ഞത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അതായത് ഈ ശബ്ദതരങ്ങൾ, അതായത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അപ്പോൾ നന്ദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃതജ്ഞത വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഭക്തി മാർഗത്തിൽ നമ്മളെ സഹായിക്കുന്ന ഓരോരുത്തരോടും നമുക്ക് നന്ദി തോന്നണം. ആചാര്യന്മാരോട് മാത്രമല്ല, നമ്മളെ സഹായിക്കുന്ന ശിക്ഷാഗുരുക്കളാവട്ടെ, നമ്മുടെ ശ്രീ ഗുരു ആവട്ടെ, ദീക്ഷാഗുരു ആവട്ടെ, ശിക്ഷാഗുരു ആവട്ടെ, ഇനി അല്ലാതെ നമ്മളെ ഭക്തി മാർഗത്തിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാവരോടും നന്ദി. കൂടെ അത് മാത്രമല്ല, ഇതിനൊക്കെ ഒരു അവസരം നമുക്ക് കിട്ടി, ഈ ഒരു ജന്മം, ഈ ഒരു ശരീരം നമുക്ക് തന്നു, അച്ഛനും അമ്മ അവരോടും നന്ദി വേണം. അതേപോലെ എല്ലാവരോടും, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും നന്ദി നമുക്ക് തോന്നണം മനസ്സിൽ. പ്രത്യേകിച്ചും ഭക്തിയിൽ നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ ഭക്തരോടും നമുക്ക് തീർച്ചയായിട്ടും ഒരു നന്ദിയും കടപ്പാടും എപ്പോഴും മനസ്സിൽ വേണം. അതേപോലെ തന്നെ വിനയം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഡെഫിനിഷൻ. അതായത് ഞാൻ ആരുമല്ല, ഞാൻ ആരുമായിരുന്നില്ല, ഞാൻ ഇപ്പോൾ ആരുമല്ല, നാളെയും ഞാൻ ആരുമാവാൻ പോകുന്നില്ല, എന്നാൽ എല്ലാം കൃഷ്ണനാണ്. ഈ ഞാനാണെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് എന്നെ എല്ലാവരും ബഹുമാനിക്കണം, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണ്, അങ്ങനെയുള്ള തോന്നലുകളൊക്കെ അപകടമാണ് ഭക്തിയിൽ വിനയം കൂടുതലാണ്. വിനയമാണ്, അതായത് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ അല്ലാതെ നോക്കുമ്പോൾ, ഇപ്പോൾ ഒരു ജോലിക്ക് നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരുപാട് വിനയം കാണിച്ചു കഴിഞ്ഞാൽ അവർ ജോലിക്ക് നമ്മളെ എടുക്കില്ല. ആ സമയത്ത് പറയുകയാണ് ഞാൻ സേവകനാണ്, എനിക്കൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആരാണ് നമ്മളെടുക്കാൻ പോകുന്നത്, അല്ലേ? അപ്പോൾ ഭൗതിക ലോകത്തിലെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ വലിയ ആളാണെന്ന് കാണിക്കാനുള്ള സംഭവങ്ങളാണ്. കാണിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ഭൗതിക ലോകത്തുള്ള സാധാരണ കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ആളാണെന്ന് കാണിക്കണം. എന്നാൽ ഭക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ഉള്ളിൽ ആ ഭഗവാനോടുള്ള സ്നേഹം, അത് ഈവൻ പുറമേ കാണിക്കുന്നത് പോലും അത്ര നല്ലതല്ല. അങ്ങനെയുള്ളൊരു കാര്യമാണ് ഭക്തിയിൽ. കാര്യം രണ്ടും ഓപ്പോസിറ്റ് ദിശയിൽ സഞ്ചരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം ഭഗവാന്റെ കൃപയാണ്, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, ഭഗവാന്റെ കൈകളിലുള്ള ഉപകരണം മാത്രമാണ് എന്നുള്ള ഭാവമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. അത് നാളെ നമ്മൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞാലും, നാളെ വലിയൊരു വലിയൊരു ആചാര്യനായി മാറിക്കഴിഞ്ഞാലും, ഒരു ഉദാഹരണം പറയും, ആചാര്യനാവട്ടെ അല്ലെങ്കിൽ വലിയൊരു അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ഭാവമില്ലെങ്കിൽ, ഇതെല്ലാം എൻ്റെ ഗുരുവിൻ്റെയും ഭഗവാന്റെയും ക്രെഡിറ്റാണ്, ഇതിൽ എനിക്കൊരു പങ്കുമില്ല, അവരുടെ കയ്യിലുള്ള ഉപകരണം മാത്രമാണ്. അപ്പം ആരെങ്കിലും നമ്മളെ ഉണ്ടെങ്കിൽ ഈ ബഹുമാനം എനിക്കുള്ളതല്ല, അത് എൻ്റെ ഗുരുവിനും ആചാര്യന്മാർക്കും ഭഗവാനുള്ളതാണ്. ഈ ഒരു ഭാവം നമുക്കെപ്പോഴും വേണം. ഈ ഒരു ഭാവം തന്നെ നമ്മുടെ കുട്ടികളിൽ വളർത്തി കൊണ്ടുവരണം.
ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലൊന്നും പഠിക്കുന്നില്ല വേണ്ടത്. അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്നത് ഈ ലോകത്തിലെ ആളുകളെ പോലെ തന്നെ എല്ലാ കോമ്പറ്റീഷനും എല്ലാവരോടും, അതായത് എല്ലാവരേക്കാൾ മുന്നിലേക്ക് വരണം. അപ്പോൾ മുന്നിലേക്ക് വരാൻ വേണ്ടി വേറെ ആരെങ്കിലും താഴ്ത്താനും അവർക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ളൊരു ലോകമാണിത്. അതല്ല കൾച്ചർ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് വീട്ടിൽ ഉള്ള ഇനി വരാൻ പോകുന്ന തലമുറയെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൻ്റെ പോക്ക്. അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നമുക്ക് എന്തായിരിക്കും ഇവിടെ സംഭവിക്കാമെന്ന് അറിയാത്തൊരവസ്ഥയാണ്. അത്രമാത്രം അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ബോധവും അതേപോലെ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് വഴിതെറ്റാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് ഭാഗവത പഠനം, ഭഗവത്ഗീത, ഈ സത്സംഗം എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലൈഫിൽ. നമുക്ക് ശരിക്കും ഭഗവത് പ്രാപ്തി, ഭഗവത് സാക്ഷാത്കാരം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മാർഗം ആ രീതിയിൽ കണ്ട് സ്വീകരിക്കണം ജീവിതത്തിൽ. ഇല്ലെങ്കിൽ സമയം പാഴാക്കലാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിൽ വയ്ക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. 4-ാമത്തെ അധ്യായം. വ്യാസോവാച ഇതി ഭൂവാണം ഇതി ഭുവാനം സംസ്തൂയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധ കുലപതി സൂതാം ഭവ്രച്ച് ശൗനകോ ബ്രവിത്. പീതാംബരം പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡോത് പ്രണാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അധ്യായം 4, ശ്ലോകം 1. വ്യാസ ഉവാച ഇതി ബ്രുവാണം സംസ്തുയ മുനീനാം ദീർഘസത്രിണാം വൃദ്ധകുലപതി സൂതം ബ്രഹ്മിച്ച ശൗനകോ അബ്രവീത്. വിവർത്തനം പറയട്ടെ പ്രഭു. വായിക്കൂ. വിവർത്തന. ശ്രീല പ്രഭുപാദർ കി ജയ്. ശ്രീ വ്യാസദേവൻ അരുളി ചെയ്തു, ആ സുദീർഘമായ യജ്ഞാചരണത്തിൽ നിരതരായ സർവ ഋഷിമാരുടെയും നേതൃത്വം വഹിക്കുന്ന മുതിർന്ന പണ്ഡിതനായ ശൗനകമുനി സുത ഗോസ്വാമി ആവിധം പറഞ്ഞത് കേട്ട് അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് ഇപ്രകാരം അഭിസംബോധന ചെയ്തു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. മനോഹരമായിട്ടുള്ള ശ്ലോകം. ആക്ച്വലി ഈ ശ്ലോകം നമ്മൾ വിചാരിക്കും ഇപ്പോൾ എന്താണ് പറയുന്നത്. വ്യാസദേവൻ പറയുവാണ് എങ്ങനെയാണ് അതേ സൂത ഗോസ്വാമി ചോദ്യങ്ങളെല്ലാം, ശൗനക ഋഷിമാരുടെ ചോദ്യങ്ങളെല്ലാം കേട്ടു. അതിനുശേഷം ശൗനക ഋഷി എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം സൂത ഗോസ്വാമിയെ അനുമോദനം ചെയ്യുന്നു, അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിലാണത് പറയുന്നത്. ഇത്രയാണ് ഡയറക്റ്റ് അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നോക്കാം. ശൗനക ഋഷിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം വ്യാസദേവൻ പറയുവാണ് ശൗനക ഋഷിയുടെ ഗുണങ്ങൾ. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ശൗനക ഋഷി അദ്ദേഹം ആ സഭയെ മുഴുവനും പ്രതിനിധീകരിച്ച് സൂത ഗോസ്വാമിക്ക് അനുമോദനം അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ പറയുന്നു. എന്തിനാണെന്ന് വെച്ചാൽ അതായത് സൂത ഗോസ്വാമി വ്യാസാസനത്തിലിരുന്ന് ഭാഗവതം പറയുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ഇനിയും ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. അതിനുള്ള ഉത്തരം സൂത ഗോസ്വാമി പിന്നീട് പറയും. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശൗനക ഋഷിയുടെ ക്വാളിറ്റീസ്, ഗുണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം വൃദ്ധ. ശ്ലോകം നോക്കിയാൽ അറിയാം, എല്ലാ ഭാഗവതമുള്ളവർക്കൊക്കെ നോക്കാം. വൃദ്ധ ആണ്. വൃദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃദ്ധൻ എന്നുള്ളതല്ല, പ്രായമായിട്ടുള്ള വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾ എന്നുള്ളൊരു അർത്ഥം കൂടെ വരുന്നു. അല്ലേ നമ്മൾ പറയില്ലേ പ്രായമായിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ലോകം കണ്ട ആളെന്നൊക്കെ നമ്മൾ നോർമലി തന്നെ പറയും. ഇവിടെ പറയുന്നത് പ്രായമായിട്ടുള്ള വ്യക്തി. പിന്നെ മാത്രമല്ല ആ കൂട്ടത്തിൽ വെച്ച് ആയിരക്കണക്കിന് ഋഷിവര്യന്മാരുള്ള സ്ഥലമാണ്. ആ കൂട്ടത്തിൽ വെച്ച് ശൗനക ഋഷി മുതിർന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു റെസ്പെക്റ്റ് അദ്ദേഹത്തിനുണ്ട്. അതാണ് ആദ്യത്തെ വൃദ്ധ.
ആദ്യത്തെ ഗുണം. രണ്ടാമത്തെ ക്വാളിറ്റി എന്താ പറയുന്നത്? കുലപതി. കുലപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഭയിൽ വെച്ച് അദ്ദേഹം ഒരുപാട് ഋഷിമാരുണ്ട്, അവരിൽ വെച്ച് അദ്ദേഹം ലീഡറാണ്. ആദ്യത്തേൽ പറഞ്ഞു വൃദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൊണ്ട് മുതിർന്നതാണ്, കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. രണ്ടാമത്തെ കാര്യം കുലപതിയാണ്. കുലപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഭയിലെ ലീഡറാണ്. മൂന്നാമത്തെ കാര്യം ഭർവൃച്ചഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പണ്ഡിതനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിവുള്ള വ്യക്തിയാണ്. 3 ക്വാളിറ്റീസാണ് ഇവിടെ പറയുന്നത്. അതായത് വൃദ്ധ, കുലപതി, ഭവൃച്ച. അതായത് മുതിർന്ന വ്യക്തി, അതേപോലെ കുലപതി, ആ കുലത്തിൽ അല്ലെങ്കിൽ ആ ഋഷിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഹെഡ്, അവരുടെയൊക്കെ നേതാവ് അല്ലെങ്കിൽ ലീഡർ. 3, അദ്ദേഹം വളരെ അറിവുള്ള വ്യക്തിയാണ്. ഇങ്ങനെ ഈ 3 ക്വാളിറ്റീസുമാണ് ശൗനക ഋഷി പറയുന്നത്. അങ്ങനെയുള്ള ശൗനക ഋഷി എഴുന്നേറ്റ് നിന്ന് സൂത ഗോസ്വാമിയെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. വേറെ ഒന്നിനുമല്ല, 2 കാര്യങ്ങളാണ്. ഇത്രയും നേരം പറഞ്ഞതിനും നന്ദി പറയുന്നു, ഇനി അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടും. അപ്പോൾ അദ്ദേഹത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ശ്ലോകത്തിൽ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ ഇപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ പ്രഭുപാദ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഭാവാർത്ഥത്തിൽ. അദ്ദേഹം പറയുന്നു, ഒരു സഭയിൽ ആരെങ്കിലും നമ്മൾ ഇതേപോലെ അനുമോദനം കൊടുക്കണം, അല്ലെങ്കിൽ അവരെ നമുക്ക് സ്തുതിക്കണം എന്നുണ്ടെങ്കിൽ ആ സ്തുതിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ നമ്മൾ കൺഗ്രാജുലേറ്റ് ആരാണോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടോ പല സഭകളിലും ഒരു വരിഷ്ഠനായിട്ടുള്ളൊരു വ്യക്തി സ്റ്റേജിലുണ്ടെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ആരെങ്കിലും നോമിനേറ്റ് ചെയ്യും അല്ലേ. ആ വ്യക്തിയാണ് പറയുക, ഇന്ന ഈ ഭക്തൻ അവർ ഈ ഒരു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇത്രയും കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ ജനറലി ആ വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അവർ ചെയ്ത സർവീസസ് എന്തൊക്കെയാണോ അതൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന വ്യക്തി ആരാണോ അനുമോദിക്കുന്നത്, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യുന്നത്, ആ വ്യക്തിക്കും ക്വാളിഫിക്കേഷൻ വേണമെന്നാണ് പറയുന്നത് ഭാഗവതം. ഇതിൽ നിന്ന് പഠിപ്പിക്കുന്നത് നമ്മളെ. അങ്ങനെയുള്ള ആളുകൾക്കാണ്, അങ്ങനെയുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതേപോലെ ആ സർവീസ് എടുക്കേണ്ടത്, അതാണ് പറയുന്നത്. ഇവിടെ ശൗനക ഋഷിക്ക് അതുകൊണ്ട്. ശൗനക ഋഷി മുതിർന്ന വ്യക്തിയാണ്, നല്ല അറിവുള്ള വ്യക്തിയാണ്, കൂട്ടത്തിൽ അവരിൽ വെച്ച് ലീഡറാണ്, കുലപതിയാണ്. ഈ ഒരു കാരണം കൊണ്ട് അദ്ദേഹം ക്വാളിഫൈഡ് ആണ് സൂത ഗോസ്വാമിയെ അനുമോദിക്കാൻ. ഇതാണ് പറയുന്നത്. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇപ്പോൾ പ്രഭുപാദ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഇതുപോലെ സഭയിലിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും എന്തെങ്കിലും പറയാനുള്ള, ഉദാഹരണം ചോദ്യങ്ങൾ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കോ, ചോദ്യങ്ങൾ പോട്ടെ, ചോദ്യങ്ങൾ ചിലപ്പോൾ ഡെഫിനറ്റ്ലി ആർക്ക് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെക്കാൾ മുതിർന്ന വ്യക്തികളുണ്ടെങ്കിൽ, പ്രായം കൊണ്ട് മാത്രമല്ല ഭക്തി മാർഗത്തിലും. ഇപ്പോൾ ഇവിടെ ശൗനക ഋഷിയെ സംബന്ധിച്ച് ശൗനക ഋഷിക്ക് ആ ക്വാളിറ്റി ഉണ്ട്. അറിവ് കൂടുതലെന്ന് പറഞ്ഞാൽ ഭക്തിയിലും അദ്ദേഹം മുന്നിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വരിഷ്ഠരായിട്ടുള്ള ഭക്തർ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ചാൻസാണ് എടുക്കേണ്ടത്. അപ്പോൾ ചാടിക്കേറി നമ്മൾ പറയുകയോ അല്ലെങ്കിൽ ചോദിക്കുകയോ അത് നമ്മൾ നോക്കണം. ആ സഭ നോക്കി എങ്ങനെയാണ് നോക്കിയിട്ട്, ആരും ചോദിക്കുന്നില്ലെങ്കിൽ യെസ്, ആരും ഒന്നും പറയുന്നില്ലെങ്കിൽ യെസ്. അതേപോലെ തന്നെ ആരെങ്കിലും ഇതുപോലെ വേറൊരു വ്യക്തിയെ നമ്മൾ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ സ്തുതിക്കുകയോ ആണെങ്കിൽ ആ ഒരു ടാസ്ക് ആർക്കാണ് കൊടുക്കേണ്ടത്? കുറച്ച് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്ക് തന്നെയായിരിക്കണം കൊടുക്കേണ്ടത്. ഇത് ഭാഗവതമാണ് പറയുന്നത്, നമ്മളല്ല. അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ കാര്യം, ഇതിൽ നിന്ന് പഠിക്കുന്ന കാര്യം, പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം. ഇനി വേറെ എന്താണെന്ന് വെച്ചാൽ, സൂത ഗോസ്വാമിയെ അദ്ദേഹം അഭിനന്ദിക്കുന്നു. സൂത ഗോസ്വാമിയെ അഭിനന്ദിക്കുന്നു ശൗനക ഋഷി. എന്നിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഭാഗവതം പഠിക്കാൻ, അങ്ങയിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ ആഗ്രഹമുണ്ട്. എന്താണോ അങ്ങ് ശുകദേവ ഗോസ്വാമിയിൽ നിന്ന് പഠിച്ചത് അത് ഞങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നാലും എന്നുള്ളതാണ് അവർ പറയുന്നത്.
നമ്മളിതിന് മുമ്പുള്ള ശ്ലോകത്തിൽ കണ്ടു അല്ലേ, സൂത ഗോസ്വാമി പറഞ്ഞു, ഞാൻ എന്താണോ യഥാമതി യഥാശ്രുതം അല്ലേ, അതായത് എന്താണോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ കേട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ പ്രഭുപാദ് ഇതിനെക്കുറിച്ച് ഇവിടെ പറയുകയാണ്, ഒരു വ്യക്തിയുടെ തിരിച്ചറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കണം? അത് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൽ തോന്നിയത് പറയുക എന്നുള്ളതല്ല. പറയുന്ന കാര്യം ശാസ്ത്രത്തിന് അടിസ്ഥാനമായിട്ടുള്ള റിയലൈസേഷൻ ആയിരിക്കണം. അല്ല, ചിലപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വല്ലാണ്ട് കാട് കടന്ന് വേറെ രീതിയിലൊക്കെ ചിന്തിക്കും. അങ്ങനെയുണ്ട്. അത് ഇൻ്റർപ്രിട്ടേഷനാണ്. അത് ആക്ച്വലി അപകടമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കോണ്ടെക്സ്റ്റിന് അനുയോജ്യമായിട്ടുള്ള കാര്യമാണോ, അതോ ശാസ്ത്രങ്ങളിലൂടെ ആ ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്ന കാര്യമാണോ, ഇൻ്റർപ്രിട്ടേഷനാണോ നമ്മൾ ചെയ്യുന്നത്? അത് വളരെയധികം ശ്രദ്ധിക്കണം. അതാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. നമ്മൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് എന്താണോ ആചാര്യന്മാർ പറയുന്നത് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും സേഫ് ആൻഡ് ബെസ്റ്റ്. അപ്പോൾ പ്രഭുപാദ് എന്ന് പറയുന്നു ഭാവാർത്ഥത്തിൽ, അതേപോലെ ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ എന്ന് പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ജീവഗോസ്വാമി എന്ന് പറയുന്നു, ആ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ തെറ്റില്ല അതിൽ. കൂട്ടത്തിൽ നമുക്കും ചില തിരിച്ചറിവുകൾ വരാം, തിരിച്ചറിവുകൾ പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ ഒറിജിനൽ പർപ്പസ്, ഒറിജിനൽ എന്താണോ ഉള്ളത്, ആചാര്യന്മാർ പറഞ്ഞതും ശ്ലോകത്തിലുള്ളതും സുഖദേവ് ഗോസ്വാമി പറയുന്നതും, ആ അർത്ഥത്തെ നമ്മൾ വളച്ചൊടിച്ചു കൊണ്ടിട്ടുള്ളൊരു കാര്യമായിരിക്കരുത് പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള റിയലൈസേഷൻസ് അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഇല്ലാത്തൊരു മീനിങ് കണ്ടെത്തി അത് ചിലപ്പോൾ കേൾക്കുവാൻ ചിലപ്പോൾ സാഹിത്യപരമായിട്ടോ പോയറ്റിക്കായിട്ടോ വളരെ ഭംഗിയുണ്ടാവും ചിലപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ നിന്ന് ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്കിതിൽ നിന്ന് പഠിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു കാര്യം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ആ ഒരു കഥയോ ഭാഗവത്തിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാം. അതായത് ഒരു ലീല നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പല ഉപമകൾ നമ്മുടെ മനസ്സിൽ വരാം, പല കമ്പാരിസൺസ് വരാം, ഒക്കെ നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വല്ലാതെ അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് അവസാനം ആചാര്യന്മാർ പറയുന്നതിൻ്റെ അപ്പുറത്തും പോകുന്നു. മാത്രമല്ല ആ ഒരു സ്റ്റോറി ആണെങ്കിൽ ആ ലീലയാണെങ്കിൽ ആ ലീലയുടെ മാധുര്യത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ചിന്തകളായിരിക്കരുത്. കാര്യം ലീലയുടെ മാധുര്യം നമ്മൾ ആസ്വദിക്കണം. കൂട്ടത്തിൽ ആചാര്യന്മാർ പറയുന്നത് എന്താണോ അത് കേൾക്കുക, അത് മനസ്സിലാക്കുക. അത് ഇനി അതേപോലെ നമ്മളിത് പറയുകയാണെങ്കിൽ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അതാണ് ചെയ്യേണ്ടത്. കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങൾ ആചാര്യന്മാർ പറയുന്ന അതേപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ നമ്മുടെ റിയലൈസേഷൻസ് ഒക്കെ നല്ലതാണ്. റിയലൈസേഷൻസ് വേണം, തിരിച്ചറിവുകൾ വേണം നമുക്ക്. എന്നാൽ അത് ഈ പറഞ്ഞ പോലെ ബൗണ്ടറിക്കകത്ത് നിൽക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനപ്പുറത്തേക്ക് മിസ്ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യരുത്. അത് അപകടമാണ് എന്നുള്ളത് പ്രഭുപാദ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അവസാനം പ്രഭുപാദ് പറയുന്നു, അദ്ദേഹം ഈ ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പറയുവാണ്, സൂത ഗോസ്വാമി തീർച്ചയായിട്ടും വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്. ശൗനക ഋഷിയും ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഭാഗവതം പറയാൻ പോകുന്ന വ്യക്തിയും ഭാഗവതം കേൾക്കാൻ പോകുന്ന ആളുകളും, അതായത് ശൗനകാദി ഋഷികൾ, ശൗനക ഋഷിയും മറ്റുള്ള ഋഷിമാരും. ഇപ്പോൾ ശൗനക ഋഷിക്ക് ആ ക്വാളിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ കൂടെയുള്ളവരൊക്കെ അവരും അതിനുള്ള യോഗ്യത ഉള്ളവർ തന്നെയാണ്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് ഇങ്ങനെയായിരിക്കണം. അതായത് ശ്രോതാവും അതേപോലെ പറയുന്ന വ്യക്തിയും രണ്ടുപേരും ക്വാളിഫൈഡ് ആണ്. ഇതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള കേസ്. ഇപ്പോൾ സുഖദേവ് ഗോസ്വാമി പരീക്ഷിത്ത് മഹാരാജനെ എടുക്കൂ. പരീക്ഷിത്ത് മഹാരാജാവ് വരിഷ്ഠനായിട്ടുള്ള ഭക്തനാണ്. സുഖദേവ് ഗോസ്വാമിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, അദ്ദേഹം ശുദ്ധഭക്തനാണ്. അപ്പോൾ സ്പീക്കറും ലിസ്ണറും, പറയുന്ന ആളും കേൾക്കുന്ന ആളും ക്വാളിഫൈഡ് ആണ്. ഇവിടെ അതേപോലെ തന്നെ സൂത ഗോസ്വാമി ശൗനക ഋഷി ക്വാളിഫൈഡ് ആണ്. അതേപോലെ മൈത്രേയ ഋഷി വിദുരർ നമ്മളിനി കാണും മുന്നോട്ട്, രണ്ടുപേരും യോഗ്യതയുള്ളവരാണ്. അപ്പോൾ ഭാഗവത് ത്രൂ ഔട്ട് നമുക്ക് കാണാം ഇതേപോലെയുള്ള കോൺവെർസേഷൻസ്. അപ്പോൾ അതാണ് ഐഡിയൽ കേസ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ അങ്ങനെയായിരിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ ക്വാളിഫൈഡ്, ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകളല്ല. എന്നാലും
നമ്മൾ ഇവിടെ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണോ നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സേഫാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി നമ്മൾ വേറെ കാര്യങ്ങൾ പറയുമ്പോൾ അത് പോയി, അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഈ ഒരു ബൗണ്ടറി വെച്ച് നമ്മൾ കാര്യങ്ങൾ പ്രഭുപാദും ആചാര്യന്മാരും പറയുന്നത് ചർച്ച ചെയ്താൽ ചർച്ച ചെയ്യാനുള്ള ഒരു അനുവാദം നമുക്കുണ്ട്, അതിന് സംശയമില്ല. അത് ചെയ്യണം തന്നെയാണ് എല്ലാവരും പറയുന്നത്. മഹാപ്രഭു അത് തന്നെയാണ് പറയുന്നത്, യാരെ ദേക്കോ താരെ കഹോ കൃഷ്ണോപദേശ്. ആരെ എവിടെ വെച്ച് കണ്ടാലും കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. അങ്ങനെയാണ് മഹാപ്രഭുവിൻ്റെ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അവിടെ യോഗ്യത നോക്കുന്നില്ല, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നും ഒരുപാട് ലെസൺസ് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് ഭാഗവതം. നമുക്ക് ഒരുപാട് അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് മുത്തുകളും പവിഴങ്ങളും കിട്ടും. നമുക്ക് എന്തായാലും അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം. ശ്ലോകം 2 ശൗനകോ വാച. ശൗനക ഋഷി പറയാൻ പോകുന്നു. ഓക്കെ. സൂത മഹാഭാഗ വദനോ വദതാം വര കഥാം ഭാഗവതീം പുണ്യാം യത് ആഹാ ഭഗവാൻ ശുകഃ. മനോഹരം. വിജയകുമാരി മാതാജി. ഓക്കെ. കുമാരി ശൈലജ മാതാജി. ഓക്കെ. ധനലക്ഷ്മി മാതാജി വായിക്കൂ. ഹരി ബോൾ. പ്രീത. ഓക്കെ. പ്രീത മാതാജി വായിക്കും. പ്രീത മധു മാതാജി. ഓ സോറി ഒരു മിനിറ്റ്. മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നോക്കൂ. ഹരീഷ്ണ പ്രഭുജി, ശ്ലോകം 2. ശൗനക ഉവാച സൂത മഹാഭാഗ വദനോ വദതാംബര കഥാം ഭാഗവതീം പുണ്യം യഥാഹ ഭഗവാൻ ശുക. വിവർത്തനം. ശ്രീല പ്രഭുപാദർ കി ജയ്. ശൗനക ഋഷി അരുളി ചെയ്തു, അല്ലയോ സൂത ഗോസ്വാമി, സമ്മതിക്കാനും വർണ്ണിക്കാനും കഴിവുള്ള സർവരിലും ആദരണീയനും മഹാഭാഗ്യവാനുമാണ് അങ്ങ്. ശ്രേഷ്ഠനും പ്രഭാവശാലിയുമായ ശുകദേവ ഗോസ്വാമിയാൽ വർണ്ണിക്കപ്പെട്ട ശ്രീമദ് ഭാഗവത പുണ്യ സന്ദേശങ്ങളെ ദയവായി വിശദീകരിച്ചാലും. ഹരീഷ്ണ പ്രഭുജി. താങ്ക് യു. അടുത്ത ശ്ലോകം വിജയകുമാരി മാതാജിക്ക് വായിക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് മുന്നോട്ട് പോകാം, അതിനുശേഷം പ്രീത മാതാജിക്ക് വായിക്കാം. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ശൗനക ഋഷി ആരെയാണ് സ്തുതിക്കുന്നത്? സൂത ഗോസ്വാമിയെ സ്തുതിക്കുന്നു. എങ്ങനെയാണ് വിളിക്കുന്നത്? സൂത മഹാഭാഗ. 2 പ്രാവശ്യം അദ്ദേഹം സൂത എന്ന് വിളിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വദനോ വദതാം വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറ്റവും ബഹുമാനീയനായിട്ടുള്ള വ്യക്തി. വദതാം വര, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭാഗവതം ആചാര്യൻ, അല്ലെങ്കിൽ ഭാഗവതം പാരായണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാഗവതം പറയുന്നതിൽ വെച്ച് ഏറ്റവും വരിഷ്ഠനായിട്ടുള്ള വ്യക്തി. വദതാം വര. മഹാഭാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാഗ്യം ഉള്ള, ഭാഗ്യശാലിയായിട്ടുള്ള വ്യക്തി. അതിൻ്റെ അർത്ഥം എന്താണ്? മഹാഭാഗ്യശാലി എന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു? പല കാരണങ്ങളുമുണ്ട്. മഹാഭാഗ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഭാഗ്യശാലി എന്ന് സൂത ഗോസ്വാമി വിളിക്കുന്നു. ഒന്ന്, ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള മഹാസൗഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തെ മഹാഭാഗ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഭാഗ്യവാൻ എന്ന് വിളിക്കാം. ഏറ്റവും ഭാഗ്യം കിട്ടിയ വ്യക്തിയെന്നോ മോസ്റ്റ് ഫോർച്ചുനേറ്റ് എന്ന് നമുക്ക് പറയാം. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, അർത്ഥം കൂടെ വരുന്നു. മഹാഭാഗ എന്ന് പറയുമ്പോൾ ഭാഗവതം പറയുവാനുള്ളൊരു അവസരം കിട്ടുമെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. അതൊരു വലിയ ഭാഗ്യമാണ്. സൂത ഗോസ്വാമിക്ക് ശ്രീമദ് ഭാഗവതം പറയാനുള്ളൊരു ചാൻസ്
അദ്ദേഹം എന്താണോ സുഖദേവ് ഗോസ്വാമിയിൽ നിന്ന് കേട്ടിട്ടുള്ളത് അത് പറയാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ടും അദ്ദേഹം വളരെ ഭാഗ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ സൂത ഗോസ്വാമിയെ സൂത 2 പ്രാവശ്യം അദ്ദേഹം വിളിക്കുന്നുണ്ട്. അപ്പോൾ ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത് സന്തോഷമായി. കാര്യം ഭാഗവതം കേൾക്കാൻ പോവുകയാണ്. അപ്പോൾ കേൾക്കാൻ സൂത ഗോസ്വാമിയിൽ നിന്ന് ഇനി മുന്നോട്ട് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹം, പക്ഷേ ഇനി മുന്നോട്ട് ഇനി കുറേ ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ അതൊക്കെ ചോദിക്കാൻ പോകുന്നു. ഇനി കേൾക്കാൻ പോകുന്ന ഭാഗവതത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ആ ഒരു സന്തോഷം കൊണ്ട് അദ്ദേഹം സൂത എന്ന് വിളിക്കുന്നു എന്നാണ് ശില വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ പറയുന്നത്. പ്രഭുപാദും ഇവിടെ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് ഓർക്കാം. എങ്ങനെയാണ് ശൗനക ഋഷി വദതാംബര അതേപോലെ മഹാഭാഗ അങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, എന്താണോ അങ്ങ് ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് കേട്ടിട്ടുള്ളത് ആ ശ്രീമദ് ഭാഗവതം ഞങ്ങൾക്കും കൂടെ പറഞ്ഞു തന്നാലും എന്നാണ് പറയുന്നത്. പിന്നീട് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളിതിന് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ കാര്യമാണ്. ശ്രീമദ് ഭാഗവതം നമ്മൾ കേൾക്കേണ്ടത് ഭാഗവതം ഒരു ബിസിനസ്സായിട്ട് എടുത്തിട്ടുള്ള ആളുകളിൽ നിന്നല്ല, എന്നാൽ മറിച്ച് ശുദ്ധഭക്തരിൽ നിന്നാണ്. നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ജാओ ഭാഗവത പടേ വൈഷ്ണവരെ സ്ഥാനെ, അല്ലേ? വൈഷ്ണവരുടെ അടുത്ത് പോയിട്ട് വേണം, വൈഷ്ണവിൽ നിന്നായിരിക്കണം നമ്മൾ ഭാഗവതം പഠിക്കേണ്ടത് എന്നുള്ളത് പ്രഭുപാദ് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. പിന്നീട് പറയുന്നു, ശ്രീല പ്രഭുപാദ് പറയുന്നു, ആരാണോ ശുകദേവ് ഗോസ്വാമിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ശ്രീമദ് ഭാഗവതം പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ശുകദേവ് ഗോസ്വാമിയുടെ പാത പിന്തുടർന്നുകൊണ്ട് ഭാഗവതം പറയുവാൻ ശ്രമിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായിട്ട് അവരിൽ നിന്ന് കേൾക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത് ഓരോരുത്തരും. അപ്പോൾ അതാണ് പറയുന്നത്, ആ ഒരു ശുകദേവ് ഗോസ്വാമി എന്താണോ പറഞ്ഞത് അതിൻ്റെ അർത്ഥം നമ്മൾ വളച്ചൊടിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഏത് ഭാവത്തിലാണോ അദ്ദേഹം പറയുന്നത് ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം ഭാഗവതം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ പ്രഭുപാദ് പറയുന്നത് വരിഷ്ഠരായിട്ടുള്ള ഭക്തരിൽ നിന്ന് ശുകദേവ് ഗോസ്വാമിയുടെ ആ അനുഗത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ആരാണോ അശുദ്ധമായിട്ടുള്ള ഭാഗവതം പറയുന്നത് അവരിൽ നിന്ന് കേൾക്കുക, അവരിൽ നിന്ന് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ. കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രങ്ങൾ പറയുന്നു അല്ലാതെ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ്, പാല് വളരെ ന്യൂട്രീഷ്യസ് ആണ്, പക്ഷെ അതിൽ വിഷം കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊട്ടൻസി നഷ്ടപ്പെടുന്നു, അല്ലേ? മാത്രമല്ല മരിക്കാനുള്ളൊരു കാരണം കൂടിയാവുന്നു. അതുകൊണ്ട് ഭാഗവതം കേൾക്കുന്നതും നമ്മൾ നല്ല സോഴ്സിൽ നിന്നായിരിക്കണം എന്നുള്ളത് ഇവിടെ പറയുന്നു. ഓക്കെ, ശ്ലോകം 3. കസ്മിൻ യുഗേ പ്രവൃത്യേയം സ്ഥാനേ വാ കേന ഹേതുന കുതഃ സഞ്ചോതിത കൃഷ്ണഃ കൃതവാൻ സംഹിതാം മുനി. വിജയകുമാരി മാതജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. കസ്മിൻ യുഗേ പ്രവർത്തേയം സ്ഥാനെ വാക്കേന ഹേതുന കുത സംചോദിത കൃഷ്ണ കൃതവാൻ സംഹിതാ മുനി. വിവർത്തനം ശ്രീ ശീല പ്രഭുപാദിക്ക് ജയ്. ഏത് യുഗത്തിലാണ്, ഏത് സ്ഥലത്താണ് ഇത് പ്രഥമമായി ആരംഭിക്കൊണ്ടത്? എന്തുകൊണ്ടാണ് ഇതിനെ കൈയേൽപ്പിക്കപ്പെട്ടത്? ഉത്കൃഷ്ട ഋഷിയായ കൃഷ്ണ ദ്വൈപായന വ്യാസന് ഈ സാഹിത്യ രചനയ്ക്കുള്ള പ്രചോദനം ലഭിച്ചത് എവിടെ നിന്നാണ്? ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇവിടെ ഭാഗവതത്തിൻ്റെ ഹിസ്റ്ററി ചോദിക്കുകയാണ്, ചരിത്രം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഭാഗവതം വന്നത്, അല്ലെങ്കിൽ എപ്പോഴാണിത് വ്യാസദേവനിത് എഴുതിയിട്ടുള്ളത്, കമ്പൈൽ ചെയ്തിട്ടുള്ളത്, ഏത് യുഗത്തിലാണ്, ഇങ്ങനെയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിനുള്ള ഉത്തരം അടുത്ത കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം പറയാൻ പോകുന്നത്. ഇനിയും ചോദ്യങ്ങൾ തുടരുന്നുണ്ട്. ഇനി അടുത്ത 4-ാമത്തെ ശ്ലോകം മുതലും ചോദ്യങ്ങൾ തന്നെയാണ്. 4-ാമത്തെ ശ്ലോകം മുതൽ വേറെ ചോദ്യമാണ്. ഇവിടെ ചോദിക്കുന്നത് ഭാഗവതത്തിൻ്റെ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ദ്വൈപായന വ്യാസദേവൻ എപ്പോഴാണ് ഈ ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗവതം അദ്ദേഹം
എഴുതുന്നത് അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, വ്യാസദേവൻ ഭാഗവതം എഴുതുന്നതിനേക്കാൾ മുമ്പ് അദ്ദേഹം എല്ലാം ഒരുപാട് വേദങ്ങൾ എഴുതി, അദ്ദേഹം വേദങ്ങൾ തന്നു. അതിനുശേഷം ഉപനിഷത്തുകൾ എഴുതിയിട്ടുണ്ട്, പിന്നെ ഇതിഹാസങ്ങളായിട്ടുള്ള മഹാഭാരതം എഴുതിയിട്ടുണ്ട്, ഒരുപാട് പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്, 17 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്, പിന്നെ അതേപോലെ 108 ഉപനിഷത്തുകളും ഒരുപാട് അദ്ദേഹം കൂട്ടം മഹാഭാരതവും ഒരുപാട് എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ ഒരുപാട് ഭാഗവതം മാത്രം പുറത്ത് വന്നിട്ടില്ല. അവസാനം എഴുതുന്നതാണ് ഭാഗവതം. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മളിനി മുന്നോട്ട് പഠിക്കും. അപ്പോൾ പ്രഭുപാദ് ഇവിടെ പറയുന്നു, ഭാഗവതം എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാൾ ഉപരിയാണ്. അദ്ദേഹം വേദങ്ങൾ മുഴുവൻ എഴുതിയിട്ടുള്ള വ്യാസദേവൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഉപനിഷത്തുകളാവട്ടെ, മറ്റുള്ള പുരാണങ്ങളാവട്ടെ, അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ സ്ഥാനം ആർക്കാണ്? ശ്രീമദ് ഭാഗവതത്തിനാണ്. അതിന് സംശയമില്ല. കാര്യം ധർമ്മപ്രോജിത കൈതവത്ര പരമോ നിർമ്മത്സരാണാം സതാം. കൈതവധർമ്മങ്ങളെ മാറ്റിവെച്ച് ഭാഗവതത്തിൽ പരിശുദ്ധ ഭക്തിയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. നിഗമകൽപ്പത്തരോർ ഗലിതം ഫലം. എല്ലാ വേദങ്ങളുടെയും വേദശാസ്ത്രങ്ങളുടെയും സാരമാണ് ഏറ്റവും പഴുത്ത സ്വാദിഷ്ടമായിട്ടുള്ള മധുരമുള്ള പഴം പോലെ ശുദ്ധമാണ് ശ്രീമദ് ഭാഗവതം. മധുരമുള്ളതാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിനപ്പുറത്ത് വേറൊന്നുമില്ല. അമലപുരാണം എന്ന് അതുകൊണ്ട് ഭാഗവത്തെ വിളിക്കുന്നു. ശ്രീമദ് ഭാഗവതം പുരാണം അമലം. അതാണ് ഭാഗവതത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനുള്ള ഉത്തരം സൂത ഗോസ്വാമി പറയും മുന്നോട്ട്. നമുക്കത് നോക്കാം. ഇനിയും ചോദ്യങ്ങൾ തീർന്നിട്ടില്ല. മുന്നോട്ട് ചോദ്യങ്ങളാണ്. 4ാമത്തെ ശ്ലോകം മുതൽ 8ാമത്തെ ശ്ലോകം വരെ ശൗനക ഋഷി ചോദിക്കുന്നത് ശുഗദേവ് ഗോസ്വാമിയെക്കുറിച്ചാണ്. ശുഗദേവ് ഗോസ്വാമിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ആരാണ്, എന്താണെന്നൊക്കെ നോക്കാം. തസ്യ പുത്രോ മഹായോഗി സമദ്രിർനിർവികൽപകഃ ഏകാന്തമതിർ ഉന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയത്തെ. ഓക്കെ, വായിച്ചോളൂ പ്രീതമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 4. തസ്യ പുത്രോ മഹായോഗി യത് സമദ്രിർനിർവികൽപക ഏകാന്തമതിരുന്നിദ്രോ ഗൂഢോ മൂഢ ഇവേയതേ. വിവർത്തനം ശ്രീല പ്രഭുപാദ് ജയ്. അദ്ദേഹത്തിന്റെ, അതായത് വ്യാസദേവന്റെ പുത്രൻ ഒരു മഹാഭക്തനായിരുന്നു. ഏകത്വത്തിൽ സദാ ഏകാഗ്രചിത്തനായ സമതുലിതനായ ഏകത്വവാദിയായിരുന്നു. ലൗകിക പ്രവർത്തനങ്ങൾക്ക് അതീതനായ അദ്ദേഹം പക്ഷേ പുറമേക്ക് അറിയപ്പെടാതെയിരുന്നതിനാൽ ഒരു മൂഢനെ പോലെ കാണപ്പെട്ടു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇവിടെ വ്യാസദേവന്റെ മകൻ വ്യാസദേവന്റെ മകനാണ് ശുഗദേവ് ഗോസ്വാമി. ശില ശുഗദേവ് ഗോസ്വാമിയുടെ ഗുണങ്ങളെ ആര് സ്തുതിക്കുന്നു? ശൗനക ഋഷി. എന്നിട്ട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിക്കുകയാണ് ശൗനക ഋഷിയെക്കുറിച്ച്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇവിടെ പറയുന്നു, ശുഗദേവ് ഗോസ്വാമിയെ മഹായോഗി എന്ന് ഇവിടെ പറയുന്നുണ്ട്. മഹായോഗി എന്ന് വിളിക്കുന്നു. മഹായോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭക്തൻ. തസ്യ പുത്രോ മഹായോഗി. മഹായോഗി എന്ന് പറഞ്ഞാൽ വലിയൊരു ഭക്തൻ. സമദൃക് നിർവികൽപകഃ. അതായത് സമദൃക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമചിത്തതയോടുകൂടി. നിർവികൽപക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഏകാന്ത ബ്രഹ്മവാദമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് തുടക്കത്തിൽ. പിന്നീടാണ് അദ്ദേഹം വ്യാസദേവനിൽ നിന്ന് ഭാഗവതം കേൾക്കുന്നത്. ഇത് ഭാഗവതം വ്യാസദേവനിൽ നിന്ന്, അച്ഛനിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ മുമ്പുള്ള കാര്യമാണ്. ഇവിടെ പറയുന്ന നിർവികൽപക എന്ന് പറഞ്ഞാൽ, നിർവികൽപക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഏകാന്ത, ഈ പറയുന്ന നിരാകാര ബ്രഹ്മനാണ് അവിടെ എന്നുള്ളത് പറയുന്നുണ്ട് ആചാര്യന്മാർ. സമദൃക് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്കാണ്. സമദൃക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരേപോലെ കാണുന്നു, എല്ലാവരെയും ഒരേപോലെ കാണുന്നു എന്നുള്ളത്. പിന്നെ ഏകാന്തമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ പോയിൻറ്റഡ്, അതായത് അദ്ദേഹത്തിൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ബ്രഹ്മനിൽ നിരാകാര ബ്രഹ്മനിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി
കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എപ്പോഴും. ഉന്നിദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിൽ നിന്നും പുറത്ത്, അല്ലെങ്കിൽ അതീന്ദ്രിയ തലത്തിലുള്ള ഒരു അവസ്ഥ, അതീന്ദ്രിയ അവസ്ഥയിലാണ് എപ്പോഴും അദ്ദേഹം ഉള്ളത്. ഗൂഢോ മൂഢ ഇവേയതേ പറയുന്നു. അതായത് ഗൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അത് കവേർഡാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഭാവം മനസ്സിലാവില്ല. അത് വലിയ ഭക്തരുടെ കാര്യം അങ്ങനെയാണ്. വലിയ ഭക്തർ ഷോ കാണിക്കില്ല. ഉള്ളിലെന്താണെന്നുള്ളത് അവർക്കറിയാം. അന്തരേ നിഷ്ഠകരോ ബാഹ്യ ലോകവ്യവഹാർ. അന്തരനിഷ്ഠ മഹാപ്രഭു ശ്രീല രഘുനാഥ് ദാസ് ഗോസ്വാമിയോട് പറഞ്ഞത് അന്തരനിഷ്ഠകരോ, അതായത് പുറമേ ലോകവ്യവഹാരം ചെയ്യാം, പക്ഷേ ഉള്ളിൽ എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളത്. ഗൂഢോ മൂഢ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഢൻ, അല്ലെങ്കിൽ വിഡ്ഢിയെ പോലെ, അല്ലെങ്കിൽ അറിവില്ലാത്ത ആളെ പോലെ, പുറമേ അങ്ങനെയാണ് തോന്നുന്നത്. ജഡഭരതൻ എങ്ങനെയായിരുന്നു? നമ്മൾ 5ാമത്തെ സ്കന്ധത്തിൽ പഠിക്കും. ജഡഭരതനും ഇങ്ങനെയായിരുന്നു, പുറമേ നോക്കുമ്പോൾ വിഡ്ഢിയെ പോലെ. പക്ഷേ അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയപ്പോൾ അവിടെ ശ്രീ നമ്മുടെ രഘുഗണ മഹാരാജ് അദ്ദേഹം കാലുകളിൽ വീണ് മാപ്പ് ചോദിച്ചു. വരിഷ്ഠനായിട്ടുള്ള ഭക്തനാണ് ജഡഭരതൻ. ഇവിടെ ശുകദേവ് ഗോസ്വാമിയുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണ് പറയുന്നത് അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്, എക്സ്റ്റേണൽ അപ്പിയറൻസ് മാത്രമല്ല. അപ്പോൾ ഇവിടെ അവസാനം ഗൂഢമൂഢോ ശരിയാണ്, ആളുകൾക്ക് വിഡ്ഢിയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ എന്താണെന്ന് അറിയില്ല, മനസ്സിലാവുന്നില്ല. പക്ഷേ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ചിന്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി നമ്മളെപ്പോലെയല്ല, ആരെപ്പോലെയും ഭൗതിക ലോകത്തിലെ ആ ഒരു ലെവലിലേ അല്ല, അതീന്ദ്രിയ തലത്തിലാണ് എന്നുള്ളതാണ് പറയുന്നത്. ശ്രീല പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ പറയുന്നു, ശുകദേവ് ഗോസ്വാമി അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം പുറത്ത് വരുന്നത് തന്നെ ഇനി മുന്നോട്ടുള്ള ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം 16 വർഷത്തോളം അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. അദ്ദേഹം പുറമേ വരുന്നത് തന്നെ അതീന്ദ്രിയ അവസ്ഥയിലാണ്. അതായത് അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് അദ്ദേഹം പുറത്ത് വരുന്നത്. അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഒന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പുറത്ത് പെരുമാറുന്നതും. അദ്ദേഹത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രഭുപാദ് പറയുന്നത് ശുകദേവ് ഗോസ്വാമി എങ്ങനെയാണ്, അദ്ദേഹം ഓൾറെഡി മുക്താത്മാവാണ് എന്നുള്ളത് പറയുന്നു. ശില പ്രഭുപാദ് പറയുന്നു പിന്നീട്, ഒരു സാധാരണ നമ്മളെപ്പോലുള്ള ബദ്ധാത്മാവിന് ശുകദേവ് ഗോസ്വാമിയെ പോലുള്ള വരിഷ്ഠനായിട്ടുള്ള ഭക്തൻ അല്ലെങ്കിൽ മുക്താത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് ഈവൻ മനസ്സിലാക്കാനും ശരിക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാര്യം എന്താണ് പറയുന്നത് വെച്ചാൽ, പ്രഭുപാദ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് മുക്താത്മാക്കളുടെ രീതികൾ എന്തായിരിക്കും, അല്ലെങ്കിൽ അവരുടെ രീതികളും അവരുടെ ചിന്താഗതിയും അതേപോലെ ബദ്ധാത്മാവിൻ്റെ രീതികളും ചിന്താഗതികളും രണ്ടും ഓപ്പോസിറ്റാണ്. ഭഗവത്ഗീതയിലൊരു ശ്ലോകമുണ്ട്, അതായത് സാധുവിൻ്റെ പകലെന്ന് പറയുന്നത് സാധാരണ ഒരാളുടെ രാത്രിയാണെന്നുള്ളത്. അതേപോലെ തിരിച്ചും. ഏതാണ് ശ്ലോകം? ആർക്കെങ്കിലും അറിയോ? ഭഗവത്ഗീത. സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനെ. താങ്ക് യു മാധുജി, താങ്ക് യു. യാ നിശ സർവഭൂതാനാം തസ്യാം ജാഗ്രതി സംയമേ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോ മുനെ. താങ്ക് യു. ഈ ശ്ലോകത്തിൽ പറയുന്നു, അതായത് ഒരു സാധുവിൻ്റെ പകലെന്ന് പറയുന്നത് സാധാരണ ഒരാളുടെ രാത്രിയാണ്. അതേപോലെ സാധുവിൻ്റെ രാത്രി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പകൽ പോലെയാണ്. അത് എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഒരു ഭക്തനായിട്ടുള്ള വ്യക്തി, അല്ലെങ്കിൽ സാധാരണ ഒരു കർമ്മിയായിട്ടുള്ള, അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ് മാത്രം, ഇന്ദ്രിയ സുഖഭോഗം മാത്രം അതിനുവേണ്ടി ഓടി നടക്കുന്ന ആൾക്കാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അങ്ങനെയുള്ളവരെ കിടക്കുന്നത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് ചിന്താഗതി, ഇവിടെ ചിന്താഗതിയെക്കുറിച്ചാണ് പറയുന്നത്. സാധുവിൻ്റെ ചിന്താഗതി കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ് സാധാരണ ഒരു ആളുടെ, അല്ലെങ്കിൽ സാധാരണ ഒരാൾ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടുന്ന ആളുകളുടെ. അതേപോലെ സമയം, അവർ കിടക്കുന്ന സമയം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഓപ്പോസിറ്റാണെന്ന് അറിയാം, അല്ലേ? സാധു അല്ലെങ്കിൽ ഭക്തർ പറ്റാവുന്ന പരമാവധി നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്നു. എന്നാൽ അവരോ
സാധു എണീക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്തൻ എണീക്കുന്ന സമയത്തായിരിക്കും അവർ കിടക്കുന്നത്. എന്നിട്ട് മുഴുവനും പകലിൽ മുഴുവനും ഉറങ്ങുന്നു. കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റാണ്. അപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ ലെവല് നമുക്കൊരിക്കലും ഇവൻ സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. അത്രയും ഒരു ഹൈ, അതായത് അതീന്ദ്രിയ അവസ്ഥയിലായിരുന്നു അദ്ദേഹം എന്നാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്. ഓക്കെ, ശ്ലോകം. ദൃഷ്ട്വാനുയാന്തം ഋഷിമാത്മജമപ്യനംഗം ദേവ്യോ ഹ്രിയാ പരിദദൂർണസുതസ്യ ചിത്രം തദ്വീക്ഷ്യ പൃച്ഛതി മുനോ ജഗദുസ്തവാസ്തി സ്ത്രീപുംഭിദാനതു സുതസ്യ വിവിക്തദൃഷ്ടേ. ഓക്കെ, ജയന്തി മാതാജി. ഹരേ ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം വായിക്കും. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 5. ദൃഷ്ടാനുയന്ത ഋഷി ആത്മജമപ്യനഗ്നം ദേവ്യോ ഹ്രിയാ പരിതദൂർണസൂദസ്യ ചിത്രം തദ്വേഷ്യ പൃച്ഛതി മുനോ ജഗദുസ്തവാസ്തി സ്ത്രീപുംഭിദാനതു സൂദസ്യ വിവിക്തദൃഷ്ടേ. വിവർത്തനം. ശ്രീലപ്രഭുപാദ് കി ജയ്. തന്റെ പുത്രനെ അനുഗമിക്കുന്ന ശ്രീ വ്യാസദേവനെ ദർശിച്ചയുടൻ ശ്രീ വ്യാസദേവൻ സ്വയം നഗ്നനല്ലാതിരുന്നിട്ടും നഗ്നരായി സ്നാനം ചെയ്തുകൊണ്ടിരുന്ന സുന്ദരികളായ യുവകന്യകമാർ ലജ്ജയാൽ അവരുടെ മേനിയെ ആടകളാൽ ആവരണം ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ പുത്രൻ അതുവഴി പോയപ്പോൾ അവർ അപ്രകാരം ചെയ്തില്ല. ഇതേക്കുറിച്ച് മുനി ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ പവിത്രീകരിക്കപ്പെട്ടവനാകയാൽ അവൻ അവരെ കണ്ടപ്പോൾ സ്ത്രീയെന്നും പുരുഷനെന്നുമുള്ള വേർതിരിവ് കാണുന്നില്ല എന്നും, എന്നാൽ മുനിക്ക് അത്തരം വേർതിരിവ് ഉണ്ടെന്നും യുവതികൾ പ്രതിവചിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഇവിടെ ശുകദേവ് ഗോസ്വാമിയെ കുറിച്ച് പറയുന്നു. ശുകദേവ് ഗോസ്വാമി അതായത് വ്യാസദേവൻ്റെ മകനാണ്. ഇവിടെ പറയുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, വ്യാസദേവൻ്റെ പുത്രൻ ശുകദേവ് ഗോസ്വാമി, അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ 16 വയസ്സ് വരെ അദ്ദേഹം അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തു വരുന്നത്. പുറത്ത് വരുന്നത് തന്നെ 16 വയസ്സുള്ള കുട്ടി വന്നാൽ എന്തായിരിക്കും, അതേപോലെ അതായത് ഫുൾ ശരീരമെല്ലാം വളർന്ന ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. എന്നാൽ അദ്ദേഹം പുറത്ത് വന്നതിന് ശേഷം ആരോടും ഒന്നും സംസാരിക്കുന്നില്ല, അച്ഛനോടും അമ്മയോടും പോലും ഒന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹം ഇറങ്ങി നടന്നു പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്ത് വ്യാസദേവനും അമ്മയും അച്ഛനും എല്ലാവരും പുറകിൽ പോയി വിളിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒന്നും കേൾക്കുന്നില്ല. അദ്ദേഹം ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നസ്സേ വേറെയാണ്. അദ്ദേഹം വിളിക്കുന്നത് പോലും കേൾക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഇവിടെ പറയുന്നു, അവിടെ അടുത്ത ഒരു നദിയിൽ കുറച്ച് സ്ത്രീകൾ കുളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾ ഇദ്ദേഹത്തെ കണ്ട സമയത്ത് ശുകദേവ് ഗോസ്വാമിയെ കണ്ടപ്പോൾ അവർ ശരീരം മറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. നേരെ മറിച്ച് ഈ മകനെ വിളിച്ചുകൊണ്ട് വ്യാസദേവൻ പുറകിൽ വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ വ്യാസദേവൻ വരുന്ന സമയത്ത് സ്ത്രീകൾ അവരുടെ നഗ്നത മറയ്ക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? കാര്യം വ്യാസദേവനും സാധാരണ ഒരു വ്യക്തിയല്ല. ശുകദേവ് ഗോസ്വാമി ഇതിനോട് ഉത്തരവൊക്കെ ഇനി ഇവിടെ പറയുന്നുണ്ട്. പ്രഭുപാദും അതിനെക്കുറിച്ച് പറയുന്നു, ഭാവാർത്ഥത്തിലും അല്ലെങ്കിൽ ഇതല്ലാതെ നമ്മൾ വായിക്കും. എന്താണെങ്കിലും നമുക്കിവിടെ ചർച്ച ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യത്യാസം അച്ഛനും മകനും, വ്യാസദേവനെ നമുക്കൊരിക്കലും ചെറുതായിട്ട് കാണാൻ സാധിക്കില്ല. അദ്ദേഹം ഭഗവാന്റെ അവതാരമാണ്, ശക്തിയാവേശ അവതാരമാണ്. ശുകദേവ് ഗോസ്വാമി ഒരു വരിഷ്ഠനായിട്ടുള്ള ഭക്തനാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ വ്യത്യാസം? മകൻ വന്നപ്പോൾ, മകൻ ചെറിയൊരു മകനല്ല എന്ന് നേരത്തെ പറഞ്ഞു, ചെറിയ കുട്ടിയല്ല നടന്നു പോയത്, 16 വയസ്സുള്ളൊരു യുവാവാണ് നടന്നു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇവർ നാണം മറയ്ക്കുന്നില്ല. എന്നാൽ വ്യാസദേവൻ്റെ മുമ്പിൽ വന്നപ്പോൾ വ്യാസദേവൻ അതിലൂടെ പോകുമ്പോൾ അവർ മറയ്ക്കുന്നു. കാരണം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള ഉത്തരവും ഇവിടെ പറയുന്ന ഒരു ശ്ലോകത്തിൽ. അതായത് ശുകദേവ് ഗോസ്വാമിക്ക് സ്ത്രീയും
സ്ത്രീയെയും പുരുഷനെയും വേർതിരിച്ച് കാണുന്നില്ല അദ്ദേഹം. അദ്ദേഹം കാണുന്നത് എല്ലാവരുടെയും ഹൃദയത്തിലുള്ള ആത്മാവിനെ മാത്രം. അതാണ് അദ്ദേഹത്തിൻ്റെ ലെവൽ. ഒന്ന് ആലോചിച്ച് നോക്കും. സ്ത്രീയെയും പുരുഷനെയും തിരിച്ചറിയാത്ത അവസ്ഥയാണ്. എന്നാൽ വ്യാസദേവൻ ഇവിടെ പറയുന്നു, വ്യാസദേവൻ നമ്മുടെ ആചാര്യന്മാരും പറയുന്നുണ്ട്, വ്യാസദേവൻ ഗൃഹസ്ഥാശ്രമത്തിലുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതീന്ദ്രിയ അവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ റോള് ഗൃഹസ്ഥനായിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് സ്ത്രീയെ പുരുഷനെയും അതേപോലെ അങ്ങനെയുള്ള പല കാര്യങ്ങളും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാര്യം ആ ഒരു ആശ്രമത്തിലുള്ളപ്പോൾ. അതുകൊണ്ടാണ് സ്ത്രീകൾ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ അവർ നാണം മറയ്ക്കുന്നത്. ശുകദേവ് ഗോസ്വാമിയെ കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി സാധാരണ വ്യക്തിയല്ല എന്നുള്ളത്. എന്നിട്ട് അപ്പോൾ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ മറ്റുള്ള ആചാര്യന്മാരും ഇവിടെ പറയുന്നു, അതായത് വിവിക്ത ദൃഷ്ടേ എന്നാണ് ശ്ലോകത്തിൽ നോക്കിയാൽ അറിയാം. വിവിക്ത ദൃഷ്ടേ, അതായത് ശുകദേവ് ഗോസ്വാമിയുടെ കണ്ണുകളെക്കുറിച്ചാണ് പറയുന്നത്. വിവിക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായിട്ടുള്ള കണ്ണുകൾ. ആ കണ്ണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈവൻ സ്ത്രീയെ പുരുഷനെയും പോലും വേർതിരിച്ച് കാണുന്നില്ല. ആ ഒരു ലെവല്, ആ ഒരു അതീന്ദ്രിയാവസ്ഥ. കാണുന്നത് ആത്മാവിനെ മാത്രം, ആത്മാവിനെയും പരമാത്മാവിനെയും മാത്രം, ജീവാത്മാവിനെയും പരമാത്മാവിനെയും. ഇത് മാത്രമേ അവർ ഇങ്ങനെയുള്ള ആളുകൾ കാണുന്നുള്ളൂ. അതായത് ശുകദേവ് ഗോസ്വാമിയെ പോലുള്ള വ്യക്തി കാണുന്നത്. അപ്പോൾ അതാണ് ലെവൽ. ശീല പ്രഭുപാദി 5:18 ഭഗവത്ഗീത ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. വിദ്യാവിനയ സമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനി ചൈവ സ്വപാകേ ച പണ്ഡിത സമദർശിന. പണ്ഡിതൻ അല്ലെങ്കിൽ വരിഷ്ഠനായിട്ടുള്ള ഒരു വ്യക്തി, അവർ പറയുന്നു ബ്രാഹ്മണനെ ആവട്ടെ, ചണ്ടാലനെ ആവട്ടെ, പശുവിനെ ആവട്ടെ, അല്ലെങ്കിൽ ഇതിനെല്ലാം എല്ലാം ഒരേപോലെ കാണുന്നു. അവിടെ വേർതിരിച്ച് കാണുന്നില്ല. ചണ്ടാലനാണ്, ബ്രാഹ്മണനാണ്, ക്ഷത്രിയനാണ്, പശുവാണ്, മൃഗമാണ്, മനുഷ്യനാണ്, അങ്ങനത്തെ വേർതിരിവില്ല, വേർതിരിച്ച് കാണുന്നില്ല. കാര്യം സമദർശിന, എല്ലാവരെയും ഒരേപോലെ കാണുന്നു. അപ്പോൾ ആ ഒരു ക്വാളിറ്റി എല്ലാവർക്കും കിട്ടുന്ന ക്വാളിറ്റി അല്ല. അപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ ഒരു ലെവൽ അതായിരുന്നു. അതുകൊണ്ട് ആ സ്ത്രീകൾ അത് അവിടെ നാണം മറയ്ക്കുന്നില്ല. കാര്യം ഇദ്ദേഹം അതായത് അദ്ദേഹത്തിനെ കാണുമ്പോഴേ മനസ്സിലായി അവർക്ക്. അപ്പോൾ ഒരു കാര്യം കൂടെ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂരോട് പറയുന്നുണ്ട്, ആചാര്യന്മാർ പറയുന്നു, എങ്ങനെ അവർക്ക് മനസ്സിലായി കണ്ടപ്പോൾ ശുകദേവ് ഗോസ്വാമിയെ? അപ്പോൾ അവിടെ പറയുന്ന പോയിന്റ് എന്താണ് ആചാര്യന്മാരെന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള കഴിവുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കഴിവുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ മോശമായിട്ടുള്ള രീതിയിൽ നോക്കുവാണെങ്കിലും, അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു രീതിയിൽ ഒരു പെരുമാറുന്ന രീതിയോ അല്ലെങ്കിൽ നോട്ടത്തിൽ പോലും ചെറിയൊരു പാകപ്പഴ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അത് ഇവിടെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും മാതാജിനൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയാണ് ജനറലി അല്ലേ. പെട്ടെന്ന് തിരിച്ചറിയും. അപ്പോൾ ആചാര്യന്മാർ പറയുന്നു ഇവർക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ശുകദേവ് ഗോസ്വാമി ഇതൊന്നും കാണുന്നില്ല. അദ്ദേഹം സ്ത്രീയെയും കാണുന്നില്ല, പുരുഷനെയും കാണുന്നില്ല, അദ്ദേഹം അതീന്ദ്രിയാവസ്ഥയിൽ നടന്നു പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അവർ മറയ്ക്കാഞ്ഞത് എന്ന് ഇവിടെ പറയുന്നു. വ്യാസദേവൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അദ്ദേഹം ഗൃഹസ്ഥനാണ്. അതുകൊണ്ട് ആ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യും സ്ത്രീയെയും പുരുഷനെയും. അപ്പോൾ അതുകൊണ്ട് അവർ വന്നപ്പോൾ മറച്ചു. അതാണ് പറയുന്നത്. പിന്നെ പ്രഭുപാദ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ പുറമേ കാണുന്ന സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഇതെല്ലാം പുറമേ ഉള്ളൊരു കവറിങ് മാത്രമാണ്. താൽക്കാലികമായിട്ടുള്ള നമ്മുടെ ഒരു കവർ, ഒരു ഔട്ടർ കവർ മാത്രമാണ് ശരിക്കും. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ഐഡൻറ്റിറ്റി എന്താണ്? നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അല്ലെങ്കിൽ അംശമായിട്ടുള്ള ആത്മാക്കളാണ് അല്ലേ. അപ്പോൾ ഇത് തിരിച്ചറിയുന്നത് അങ്ങനെയുള്ള അതീന്ദ്രിയാവസ്ഥയിലുള്ള ആളുകൾക്ക് അവർ കാണുന്നത് ആത്മാവിനെ മാത്രമാണ്. അവർ ശരീരത്തെ കാണുന്നില്ല. അവർ കാണുന്നത് ഭഗവാന്റെ അംശമായിട്ടുള്ള, ഭഗവാന്റെ പരമാത്മാവിനെയും കാണുന്നു, അതുപോലെ ഭഗവാന്റെ അംശമായിട്ടുള്ള ജീവാത്മാവിനെയും അവർ കാണുന്നു. അപ്പോൾ ഇത് നമ്മൾ കേൾക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് ശ്രീല വ്യാസദേവൻ്റെ ഒരു ലെവല് ഇത്ര ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും വ്യാസദേവൻ ഇതേ അവസ്ഥയിൽ തന്നെയാണ്. ശക്തിയാവേശ അവതാരം കൂടിയാണ് അദ്ദേഹം. പക്ഷേ മനസ്സിലാക്കണം, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം ആ ഒരു ആശ്രമത്തിലായതുകൊണ്ട് അദ്ദേഹം സാധാരണ ഒരു
വ്യക്തിയെപ്പോലെ അദ്ദേഹത്തിൻ്റെ നേച്ചർ അതാണ്. അദ്ദേഹത്തിൻ്റെ ആ അതീന്ദ്രിയാവസ്ഥയെ അദ്ദേഹം ഡിസ്പ്ലേ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു വേർതിരിവ് എന്നുള്ളത് ഇവിടെ പറയുന്നു. ഓക്കെ, അപ്പോൾ സമയമായി. ഞാൻ ഇപ്പോഴാണ് സമയം നോക്കുന്നത്, സമയം പോയത് അറിഞ്ഞില്ലായിരുന്നു. 6-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഇനിയും കുറച്ചും കൂടെ ചോദ്യങ്ങളുണ്ട് ഇവർക്ക് ചോദിക്കാൻ. ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ശുകദേവ് ഗോസ്വാമിയെക്കുറിച്ചാണ് 8-ാമത്തെ ശ്ലോകം വരെ ചോദിക്കുന്നത്. ഇനി 8-ാമത്തെ ശ്ലോകം കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച് ചോദിക്കുന്നു. പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ശൗനക ഋഷിമാരോട് ഇദ്ദേഹം ഉത്തരം പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് എപ്പോഴാണ്? കുറച്ചും കൂടെ കഴിഞ്ഞ് ഏകദേശം ശ്ലോകം നമ്പർ 14 ആകുമ്പോഴാണ് അദ്ദേഹം പറയാൻ പോകുന്നത്, ഉത്തരം പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മുന്നോട്ട് പഠിക്കാം ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगद्गुरु शीला प्रभुपाद की जय, समवेद गौर भक्तवृंद की जय, गौड़ीय गुरुवृंद की जय, निताय गौर प्रेमानंदे। जय जय श्री राधे श्याम श्री वृंदावन धाम की जय। प्रभु हरे പ്രഭു, ഈ വ്യാസദേവനെക്കാളും ഈ അതീന്ദ്രിയ ശക്തി കൂടുതലുള്ളത് ശുകദേവ ഗോസ്വാമിക്കാണ് അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരാള് ശുകദേവ് ഗോസ്വാമിയുടെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അദ്ദേഹം ആ കംപ്ലീറ്റ്ലി അതീന്ദ്രിയ അവസ്ഥയിലാണ് അദ്ദേഹം പുറത്ത് വരുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹം ഒരു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന അവസ്ഥയല്ല. എന്നാൽ വ്യാസദേവൻ അദ്ദേഹം ഒരു ഗൃഹസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വേർതിരിവ് അദ്ദേഹത്തിന് ഉണ്ടാവും നാച്ചുറലി. പക്ഷെ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ അവസ്ഥ ശുകദേവ് ഗോസ്വാമികളും താഴെയാണ് എന്നുള്ളതല്ല. അതിവിടെ ക്ലിയർ ചെയ്ത് നമ്മൾ പ്രഭുപാദ് പറയുന്നുണ്ട്, ആചാര്യന്മാരെ പറയുന്നുണ്ട്. ഓക്കെ, ഹരേ കൃഷ്ണ. സംശയമുണ്ടോ? ശുകദേവന് ഭഗവാന്റെ ഒരു അംശമല്ലേ? സോറി, ഹരേ കൃഷ്ണ. ശുകദേവ് ഭഗവാന്റെ ഒരു അവതാരമല്ലേ ശുകദേവൻ? ശുകദേവ് ഗോസ്വാമി അംശാവതാരമാണെന്ന് എവിടെയും പറയുന്നില്ല, ശക്തിയാവേശ അവതാരമാണെന്ന് അങ്ങനെ. പക്ഷേ വ്യാസദേവൻ്റെ കാര്യം പറയുന്നുണ്ട്. ശുകദേവ് ഗോസ്വാമിക്ക് ശക്തിയാവേശം ഉണ്ട്, അവതാരം എന്നുള്ളൊരു പേരിൽ അറിയുന്നില്ല. പക്ഷേ ഇപ്പം നാരദമുനി വർഷനായിട്ടുള്ള ഭക്തനാണ്. അതേപോലെ ശുകദേവ് ഗോസ്വാമി ഭാഗവതം പറഞ്ഞപ്പോൾ നാരദമുനിയും പോലും ആ സഭയിലുണ്ടായിരുന്നു. അപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ ലെവൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളിവിടെ അവതാരം ആരാണെന്നുള്ളതല്ല, ബേസിക്കലി രണ്ടുപേരുടെ അവസ്ഥയും രണ്ടുപേരും വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണ്. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ ശുകദേവ് ഗോസ്വാമിയുടെ ഒരു ലെവല്, കാര്യം അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നില്ല. അദ്ദേഹം പുറത്ത് വന്നപ്പോഴേ അദ്ദേഹത്തിന് ആ ഒരു മുക്താത്മാവിൻ്റെ ഒരു ലക്ഷണങ്ങളാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മറിച്ച് വ്യാസദേവനാണെങ്കിൽ അദ്ദേഹം ഗൃഹസ്ഥനായിരുന്നു. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ മാത്രമാണ്, അല്ലാതെ അവരുടെ ആക്ച്വൽ ഒരു അതീന്ദ്രിയ അവസ്ഥ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല അവിടെ. അത് രണ്ടുപേരും വരിഷ്ഠരായിട്ടുള്ള ഭക്തർ തന്നെയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാവരും വരിക, സമയമായിരിക്കുന്നു. പ്രഭുജിക്ക് യാതൊരു മുടക്കവും കൂടാതെ നമുക്ക് കിട്ടുന്നതിലേക്ക് വേണ്ടി നമ്മൾ 3 പ്രാവശ്യം ആദരവോടെ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ.